സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗിലെ ഫസ്റ്റ് പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അണ്ടർ സിംഗിൾ എൻട്രി മെത്തേഡിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നോർമൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഫോർമാറ്റിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ കോളം 2 എമൗണ്ട് കോളം തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ഫസ്റ്റ് എമൗണ്ട് കോളം നമുക്ക് കാൽക്കുലേഷൻസ് ഉണ്ടെങ്കിൽ ഒരു ഹെഡിന്റെ താഴെ ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കാൽക്കുലേഷൻസിന് വേണ്ടി ഫസ്റ്റ് കോളം യൂസ് ചെയ്യാം. ദെൻ ഫൈനലി നമ്മൾ ആക്യുറേറ്റ് അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ടുകൾ നമുക്ക് കാണിക്കാൻ സെക്കൻഡ് എമൗണ്ട് കോളം നമുക്ക് കാണിക്കാം. നോക്കാം, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡ്യൂറിംഗ് ദ കറന്റ് ഇയർ, ഈ വർഷം നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ആൻഡ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി, ഡ്രോയിങ്സ് ഡ്യൂറിംഗ് ദ ഇയർ, റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് ആൻഡ് പ്രീ പെയ്ഡ് ഇൻഷുറൻസ്. അങ്ങനെ ഒരു 4-5 ഐറ്റംസ് തന്നിട്ടുണ്ട്. സോ നമുക്കറിയാം സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ എല്ലാ അക്കൗണ്ടുകളും, അതായത് നോർമൽ അക്കൗണ്ട് അതേപോലെ റിയൽ അക്കൗണ്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നില്ല. പകരം നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് ക്യാഷ് അക്കൗണ്ടുകൾ മാത്രമേ നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ അൾട്ടിമേറ്റ്ലി നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മുടെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൽ വരുന്നത്. നോക്കാം, നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ, ഒരു കമ്പനിയുടെ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നമ്മൾ എന്ത് ചെയ്യും, ഓപ്പണിംഗ് ക്യാപിറ്റലുമായിട്ട് കമ്പയർ ചെയ്യും. അതായത് ഒരു വർഷം നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എത്ര ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആൻഡ് ആ വർഷം അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എത്ര ക്യാപിറ്റൽ ഉണ്ട്, അത് തമ്മിലുള്ള കമ്പാരിസൺ ആണ് നോർമലി നമ്മൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ ഒരു പ്രോഫിറ്റ് ലോസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പനി ആകുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള എക്സ്പെൻസുകളും പലതരത്തിലുള്ള ഇൻകംസ് ഉണ്ടായിരിക്കും. സോ അതുകൂടി പരിഗണിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ പറയുന്ന സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തുണ്ട്, ഓപ്പണിംഗ് ക്യാപിറ്റൽ, ക്ലോസിംഗ് ക്യാപിറ്റൽ ആൻഡ് നോർമൽ ഐറ്റംസ് ആയിട്ടുള്ള ഡ്രോയിങ്സും അഡീഷണൽ ക്യാപിറ്റലും കൂടാതെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി വന്നിട്ടുണ്ട്, ആൻഡ് റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് ആൻഡ് പ്രീ പെയ്ഡ് ഇൻഷുറൻസ് എന്നുള്ള 2-3 ഐറ്റംസ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ. നമുക്കറിയാം ആദ്യം നമ്മൾ കാണിക്കേണ്ടത് ആ വർഷത്തെ ക്ലോസിംഗ് ക്യാപിറ്റലാണ്, അഥവാ ഒരു വർഷം അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലാണ്. സോ ക്ലോസിംഗ് ക്യാപിറ്റൽ ആദ്യം കാണിക്കാം. ക്ലോസിംഗ് ക്യാപിറ്റൽ എമൗണ്ട് തന്നിട്ടുള്ളത് ഓൺ 31st March 2019 1,50,000. ദെൻ ആസ് പെർ അവർ ഫോർമാറ്റ്, നമുക്ക് ഫോർമാറ്റുകളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു, നമുക്ക് പഠിക്കാനുണ്ട്. ആ ഫോർമാറ്റ് പ്രകാരം നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനുള്ളത് കറണ്ട് ഇയറിൽ, അതായത് ക്ലോസിംഗ് ക്യാപിറ്റലിനോട് കൂടി കറണ്ട് ഇയറിൽ നമ്മൾ വല്ല ഡ്രോയിങ്സ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാപിറ്റലിൽ നിന്ന് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാപിറ്റൽ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, നമ്മളത് ഈ ക്യാപിറ്റലിൽ ആഡ് ചെയ്യണം, തിരിച്ചാഡ് ചെയ്യണം. ബിക്കോസ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയിലെ ഓണർ അല്ലെങ്കിൽ കമ്പനിയിലെ ഷെയർ ഹോൾഡർ, കമ്പനിയുടെ ഉടമസ്ഥൻ എന്താണ്, കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാഷ് എന്ത് ചെയ്യണം, അയാളുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി ക്യാഷ് പിൻവലിക്കണം. സോ അതൊരിക്കലും അങ്ങനെ ഒരു ക്യാപിറ്റൽ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഈ ഒരു കാൽക്കുലേഷൻ സമയത്ത് തിരിച്ച് ആഡ് ചെയ്യണം. ബിക്കോസ് ബിസിനസിന്റെ ക്യാപിറ്റലാണ്. സോ ആ എമൗണ്ട് നമ്മൾ തിരിച്ചാഡ് ചെയ്യാം. സോ ഡ്രോയിങ്സ് ഡ്യൂറിംഗ് ദ ഇയർ ആഡ്, ആ വർഷത്തെ ഡ്രോയിങ്സ് ആഡ് ചെയ്യാം. ഡ്രോയിങ്സ് വന്നിട്ടുള്ളത് 12,000 ആണ്. സോ ടോട്ടൽ എമൗണ്ട് 1,62,000. ദെൻ കൂടാതെ കറണ്ട് ഇയറിലെ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് നമ്മുടെ അഡീഷണൽ ക്യാപിറ്റൽ ഡ്യൂറിംഗ് ദ ഇയർ ലെസ് ചെയ്യുന്നത്? ബിക്കോസ് നമ്മൾ പറഞ്ഞു അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ഒരു വർഷം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എത്ര ക്യാപിറ്റൽ ഉണ്ട്, ആ ക്യാപിറ്റലിന് ആ വർഷം അവസാനം എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കമ്പാരിസൺ ആണ്. അതിൻ്റെ ഇടയ്ക്ക് പുതിയ ക്യാപിറ്റൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കാൽക്കുലേഷനെ ബാധിക്കും. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, ആ വർഷം പുതിയതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ നമുക്ക് ലെസ് ഒഴിവാക്കാം. ബിക്കോസ് ക്ലോസിംഗ് ക്യാപിറ്റൽ 1,50,000 ഉണ്ട്, അതിനോട് കൂടി നോർമലി എന്താ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ആ വർഷം പുതിയതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റൽ നമ്മളങ്ങനെ എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. നമ്മൾ ആ പറഞ്ഞിട്ടുള്ള തന്നിട്ടുള്ള 1,50,000 നമ്മൾ ആ വർഷം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അഡീഷണൽ ക്യാപിറ്റൽ ഇൻവോൾവ്ഡ് ആണെന്ന് വിചാരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ആ ക്യാപിറ്റൽ നമ്മൾ ലെസ് ചെയ്യാം. നമുക്ക് തന്നിട്ടുള്ള എമൗണ്ട് അഡീഷണൽ ക്യാപിറ്റൽ ഡ്യൂറിംഗ് ദ ഇയർ 20,000 ആണ്. സോ എമൗണ്ട് ലെസ് ചെയ്യാം, ലെസ് അഡീഷണൽ ക്യാപിറ്റൽ 20,000 വന്നിട്ടുണ്ട്. സോ നെറ്റ് എമൗണ്ട് 1,42,000. 1,42,000 ആണ് നമ്മുടെ നെറ്റ് ക്ലോസിംഗ് ക്യാപിറ്റൽ. സോ അഡ്ജസ്റ്റഡ് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ 1,42,000. ബിക്കോസ് എക്സാക്ട് നമുക്ക് തന്നിട്ടുള്ള ക്ലോസിംഗ് ക്യാപിറ്റൽ 1,50,000 ആയിരുന്നു. ദെൻ അതിന് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് വന്നിട്ട് കിട്ടിയ ഫൈനൽ എമൗണ്ട് 1,42,000 ആണ്. ദെൻ ഇനി എന്ത് ചെയ്യണം, ഈ തന്നിട്ടുള്ള 1,42,000 ആണ് നമ്മുടെ എക്സാക്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ. അതിന് എന്ത് ചെയ്യാം, നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റലിനെ ഇതിന്റെ സെയിലാണ് നെക്സ്റ്റ്. സോ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുള്ളത് 1 lakh, തന്നിട്ടുള്ള ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ 1 lakh. സോ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുള്ളത് 1 lakh ആണ്. ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യാം, കിട്ടുന്ന എമൗണ്ട് 42,000 ആയിരിക്കും. ബാലൻസ് 42,000. ഇതാണ് നമ്മുടെ
ഗ്രോസ് പ്രോഫിറ്റ്. ബിക്കോസ് ഈ ഞാൻ ക്വസ്റ്റ്യൻ ഓൾറെഡി പറയുന്നത് നമുക്ക് ഇത്രയും ഐറ്റംസ് മാത്രമല്ല, ഇത് കൂടാതെ സാലറി, റെന്റ്, അതേപോലെ തന്നെ ഇൻഷുറൻസ് എന്നുള്ള 3 ഐറ്റംസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ എമൗണ്ടുകൾ നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതിന് മുൻപ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ പ്രോഫിറ്റ് ആണ് എത്ര? 42,000. അപ്പോൾ കമ്പനീൻ്റെ ക്ലോസിംഗ് ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും കമ്പയർ ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്. ഇത് ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഫസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തുക. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യും? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. സോ ട്രേഡിംഗ് അക്കൗണ്ടിൽ കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് എത്രയാണോ അതുമായിട്ട് നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലെ വരുമാനങ്ങളും ചെലവുകളും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ നമ്മളിവിടെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം ഒറ്റ അക്കൗണ്ടാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. സോ അതിന്റെ ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ക്ലോസിംഗ് ക്യാപിറ്റലിനെ ഓപ്പണിംഗ് ക്യാപിറ്റലുമായിട്ട് കമ്പയർ ചെയ്തു. അതിന് മുൻപ് എന്ത് ചെയ്തു? ക്ലോസിംഗ് ക്യാപിറ്റലിന്റെ അഡ്ജസ്റ്റഡ് എമൗണ്ട് നമ്മൾ കണ്ടെത്തി. അതിന് വേണ്ടി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ വർഷം ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യാം. സോ നമുക്ക് അഡ്ജസ്റ്റഡ് എമൗണ്ട് കിട്ടും. ദെൻ അതിന് ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യാം. ദെൻ വി വിൽ ഗെറ്റ് ദ ഗ്രോസ് പ്രോഫിറ്റ് വിച്ച് ഈസ് 42,000. സോ ഗ്രോസ് പ്രോഫിറ്റ് 42,000 ആണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി 42,000 ബൈ കമ്പയറിംഗ് ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ. സോ നമുക്ക് 42,000 ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ടുള്ള നമ്മുടെ കയ്യിൽ 3 ഐറ്റംസ് കൂടി ബാക്കിയുണ്ട്. അത് ഒന്ന് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി, മറ്റൊന്ന് റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, ദെൻ ഫൈനലി പ്രീപെയ്ഡ് ഇൻഷുറൻസ്. ആ 3 ഐറ്റംസ് കൂടിയുണ്ട്. നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ഡ്യൂട്ടി. സോ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സിംപ്ലി എന്താണ്, നമ്മുടെ കയ്യിൽ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇനി വല്ല എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യാം, വല്ല വരുമാനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. സോ 3 ഐറ്റംസ് ഉണ്ട്. അതിൽ വരുമാനങ്ങൾ ഏതാണ്, എക്സ്പെൻസസ് ഏതാണ് ഐഡന്റിഫൈ ചെയ്താൽ മതി. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. സോ നമുക്ക് ഫോർമാറ്റിലുള്ള പ്രകാരം എന്ത് ചെയ്യാം, നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് ഇനിയുള്ള എക്സ്പെൻസസ് ലെസ് ചെയ്യാം, ദെൻ വല്ല വരുമാനങ്ങൾ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. സോ നമുക്ക് ആദ്യം ലെസ് എക്സ്പെൻസസ് ആണ് നമുക്ക് ലെസ് ചെയ്യേണ്ടത്. സോ 3 ഐറ്റംസ് ഉണ്ട്. ഒന്നാമത്തെ ഐറ്റം ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി. സാലറി എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം ഒരു എക്സ്പെൻസ് ആണ്. അത് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാലറി കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല. നമുക്ക് അത് ഈ വർഷത്തേതായിട്ട് കൺസിഡർ ചെയ്യാം. നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡേറ്റോ കാര്യങ്ങളോ മെൻഷൻ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് ഈ വർഷത്തെ സാലറി നമ്മൾ കൊടുക്കാനായിട്ട് കൊടുത്തിട്ടില്ല. ബട്ട് അത് എക്സ്പെൻഡ് ആയി പോയിട്ടില്ലെങ്കിലും നമുക്ക് എന്താണ്, കൊടുക്കേണ്ട എമൗണ്ട് ആണ്. ഈ വർഷം നമ്മൾ നമ്മളെ എംപ്ലോയീസിനെ കൊടുക്കേണ്ട എമൗണ്ട് ആയിരുന്നു, പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല. പക്ഷേ ഈ വർഷത്തെ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാണിക്കണം. ബിക്കോസ് ഈ വർഷം നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിന്റെ ഒരു ആക്യുറസിക്ക് വേണ്ടിയിട്ടാണ് ഈ വർഷം കൊടുക്കാനുള്ള ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കേണ്ടത്. ഈ വർഷത്തെ ഒരു സാലറി അൺപെയ്ഡ് ആയിട്ട് കൊടുക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് കൊടുക്കാം ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി വന്നിട്ടുള്ളത് 8,000 ആണ്. 8,000 ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ഉണ്ട്. നോക്കാം. ഇനി എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ കാണിച്ചിട്ട് ടോട്ടൽ എമൗണ്ടിനെ നെക്സ്റ്റ് എമൗണ്ട് കോളത്തിലേക്ക് കാണിക്കാം. ഇനിയുള്ളത് റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് ആണ്. ഇവിടെ റിസീവ്ഡ് എന്ന് പറയുന്നുണ്ടല്ലേ, റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. നമുക്ക് എന്തുണ്ട്, റെന്റ് ഡ്യൂ ആണ്, അത് കിട്ടാനുണ്ടെന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ബിക്കോസ് അതിന് ശേഷം തന്നിട്ടുള്ള ടേം നോക്കാം. ശേഷം തന്നിട്ടുള്ള ടേം എന്താണ്, റിസീവ്ഡ് എന്നാണ്. അതായത് നമുക്ക് റെന്റ് കിട്ടാനുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല. സോ റെന്റ് ഈ വർഷത്തെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി കൺസിഡർ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇതും കാണിക്കാം. മീൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി നമ്മൾ ഈ വർഷത്തെ അതായിട്ട് കൺസിഡർ ചെയ്തു, നമ്മളത് എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മളവിടെ കാണിച്ചു. പിന്നുള്ളത് എന്താണ്, റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് ആണ്. പക്ഷെ ഇവിടെ എക്സ്പെൻസിന്റെ സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, റെന്റ് കാണിക്കാൻ കഴിയില്ല. ബിക്കോസ് അത് കിട്ടാനുള്ളതാണ്. കിട്ടിയിട്ടില്ല എങ്കിൽ പോലും അത് കിട്ടാനുള്ളതാണ്. നമ്മൾ എക്സ്പെൻസ് കൊടുത്തിട്ടില്ല പക്ഷെ കൊടുക്കാനുള്ളത് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ എക്സ്പെൻസിന്റെ സൈഡിൽ കാണിച്ച്. അപ്പോൾ ഈ ഒരു ഐറ്റം, അതായത് റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് എന്നുള്ളത് ഒരു ഇൻകം ആണ്. കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഈ വർഷം കിട്ടാനുള്ള ഇൻകം നമുക്ക് എന്ത് ചെയ്യാം, ഇൻകം കാണിക്കുന്ന സമയത്ത് കാണിക്കാം. നെക്സ്റ്റ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് പ്രീപെയ്ഡ്. അവിടെ ആ ടേമിൽ മനസ്സിലാക്കുന്ന കാര്യം, നമ്മൾ ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട്. പ്രീപെയ്ഡ്, അതായത് പ്രീപെയ്ഡോട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ സമയമാവുന്നതിന് മുൻപേ കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി പറഞ്ഞതായിട്ട് എന്ത് ചെയ്യുക, സമയമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, സമയമായിട്ടുണ്ട് പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് എന്നുള്ളത് ഒരു വരുമാനം ആയതുകൊണ്ട് നമ്മൾ എക്സ്പെൻസിൽ കാണിച്ചിട്ടില്ല, നമ്മൾ പിന്നീട് കാണിക്കാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നോക്കുക, നെക്സ്റ്റ് ആയിട്ടാണ് പ്രീപെയ്ഡ് ഇൻഷുറൻസ്. പക്ഷേ പ്രീപെയ്ഡ് ഇൻഷുറൻസിന്റെ കേസിൽ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും അതൊരു എക്സ്പെൻസ് ആണ്. അതായത് പ്രീപെയ്ഡ് നമ്മൾ ഇൻഷുറൻസ് കൊടുത്തിട്ട് വിചാരിക്കും അല്ലെ, പക്ഷേ ഇൻഷുറൻസ് എന്താണ് ഇവിടെ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ട ഒരു ഐറ്റം അല്ല. അതിന്റെ റീസൺ നമ്മൾ കൊടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതല്ല, പകരം അത് കറണ്ട് ഇയർ ഓർ കറസ്പോണ്ടിങ് ഇയർ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഒരു അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് സിംഗിൾ എൻട്രി ആണെങ്കിലും ഡബിൾ എൻട്രി ആണെങ്കിലും നമുക്ക് തന്നിട്ടുള്ള ഐറ്റംസ് കറണ്ട് ഇയറുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മാത്രം നമുക്കത് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഓൾറെഡി നമ്മുടെ കയ്യിൽ ചിലവായി പോയിട്ടുണ്ട്. ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വരുമാനത്തിലാണ് കാണിക്കുന്നത്. ബിക്കോസ് അത് വരുമാനമായിട്ടല്ല കൺസിഡർ ചെയ്യുന്ന പകരം ആ ഒരു എമൗണ്ട് തൽക്കാലം നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ എടുക്കുകയാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഡ്രോയിങ്സിന്റെ കേസിൽ നമ്മൾ അങ്ങനെ ഒരു എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ബിസിനസ് സ്ഥാപനത്തിന്റെ ഓണർ അയാൾ എടുത്തിട്ടുണ്ട്, ക്യാപിറ്റലിൽ നിന്ന് അയാൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് അയാളുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു, ബിസിനസിന്റെ ആവശ്യത്തിനല്ല. സോ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്തു, ആ ക്യാഷിനെ അക്കൗണ്ടിന്റെ ആക്യുറസിക്ക് വേണ്ടി നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ എടുത്തു. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഈ വർഷത്തെ ക്യാഷ് ബാലൻസുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു ഐറ്റം നമുക്കത് അടുത്ത വർഷത്തേക്ക് കാണിച്ചാൽ മതി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ കൊടുത്ത് പോയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള ക്യാഷ് ഒരിക്കലും തിരിച്ചു വരില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, അക്കൗണ്ടിൽ അത് തിരിച്ച് ആഡ് ചെയ്യാം. ഇതിന്റെ റീസൺ എത്രയേ ഉള്ളൂ, ഈ വർഷത്തെ ചിലവാണോ ഈ വർഷത്തെ വരുമാനമാണോ എങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ കാണിച്ചാൽ മതി.
അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മീൻസ് അല്ലാത്ത പക്ഷം നമ്മൾ അതിനെ അടുത്ത വർഷത്തേക്ക് മാറ്റി വെക്കും. സോ ഇവിടെ പ്രീപെയ്ഡ് ഇൻഷുറൻസ് അടച്ചിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, നമ്മളത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നില്ല. അത് ഈ വർഷത്തെ ഇൻഷുറൻസ് ജസ്റ്റ് ഇൻഷുറൻസ് പെയ്ഡ് ആണെങ്കിൽ അവിടെ മറ്റൊന്നും നോക്കണ്ട, നമ്മളത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. പക്ഷേ ഇത് ഇൻഷുറൻസ് പ്രീപെയ്ഡ് ആണ്, വരാനിരിക്കുന്ന വർഷത്തേതാണെന്ന് മനസ്സിലാക്കാം. ദെൻ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത വർഷം കാണിച്ചാൽ മതി. അടുത്ത വർഷത്തെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത് അവിടെ കാണിക്കാം. ഇവിടെ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതില്ല, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. എന്ത് ചെയ്യാം, പ്രീപെയ്ഡ് ഇൻഷുറൻസ് നമ്മുടെ കയ്യിൽ ക്യാഷ് പോയിട്ടുണ്ട്, ആ പോയ ക്യാഷ് നമ്മൾ അക്കൗണ്ടിൽ തിരിച്ച് ഇങ്ങനെ കാണിക്കണം. സോ അതൊരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പാടില്ല. പ്രീപെയ്ഡ് ഇൻഷുറൻസ് നമ്മൾ എന്ത് ചെയ്യാം, ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഇൻകം ആയിട്ടാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എക്സ്പെൻസീവ് ഐറ്റം മാത്രമേ ഉള്ളൂ. സോ എക്സ്പെൻസ് നേരിട്ട് എഴുതാം, 8000. സോ ടോട്ടൽ 42,000 8,000 പോയ ബാക്കി നമുക്ക് 34,000 ഉണ്ട്. സോ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് കുറഞ്ഞ് 42,000 34,000 ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് എന്തെങ്കിലും വരുമാനങ്ങൾ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. സോ നമുക്ക് നെക്സ്റ്റ് ആഡ് ഇൻകം. വരുമാനത്തിന്റെ സൈഡിൽ ഇനിയുള്ളത് 2 ഐറ്റംസ് ആണ് വരണം. റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, മറ്റൊന്ന് നമ്മുടെ പ്രീപെയ്ഡ് ഇൻഷുറൻസ്. റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് കാണിക്കാനുള്ള റീസൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, ഈ വർഷം കിട്ടാനുള്ള റെന്റാണ്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. ഈ വർഷത്തെ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഇവിടെ വരുമാനത്തിൽ കാണിക്കാം. സോ ഈ വർഷത്തെ റെന്റ് കിട്ടാനുള്ളത് 5000 ആണ്. സോ 5,000. നെക്സ്റ്റ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് പ്രീപെയ്ഡ് എന്നുള്ളത് നമ്മൾ വരുമാനത്തിൽ കാണിക്കാനുള്ള കാരണം നമ്മൾ ആ ക്യാഷ് തിരിച്ചിങ്ങനെ ആഡ് ചെയ്യണം. നമുക്ക് അതിന് പോയിട്ടുണ്ട്, പക്ഷേ ഈ വർഷത്തെ അല്ലാത്തത് കൊണ്ട് നമ്മൾ തിരിച്ച് പുറകിലെ അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് നമ്മൾ ഈ വർഷത്തെ അക്കൗണ്ടിൽ കാണിക്കണം. ഈ വരാനിരിക്കുന്ന വർഷം സംഭവിക്കാനുള്ള ഒരു എക്സ്പെൻസ് ആണ് നമ്മൾ ഈ വർഷം കാണിക്കാൻ, അടുത്ത വർഷം കാണിച്ചാൽ മതി. സോ നമ്മൾ ആ ഇൻഷുറൻസ് പ്രീപെയ്ഡ് എന്നുള്ളത് തിരിച്ചെടുക്കുകയാണ്. സോ അത് 4,000 ഉണ്ട്. സോ ടോട്ടൽ വരുമാനമായിട്ടുള്ള 5,000 പ്ലസ് 4,000 = 9,000 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റിന് 8,000 പോയി ബാക്കി 34,000 ഉണ്ട്. സോ 34,000 പ്ലസ് 9,000 43,000. നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളത് 43,000 ആണ് നെറ്റ് പ്രോഫിറ്റ്. സോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രീപെയ്ഡ് ഇൻഷുറൻസും അതേപോലെ തന്നെ റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് ആണ്. റെന്റ് ഡ്യൂ എന്നുള്ളത് ഈ വർഷം കിട്ടാനുള്ളതാണ്, പക്ഷെ കിട്ടിയിട്ടില്ല. ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുള്ളത് കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല. എക്സ്പെൻസ് ആണ്, സാലറി കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല. ഈ വർഷത്തെ ആയതുകൊണ്ട് നമ്മൾ അത് ഈ വർഷത്തെ എക്സ്പെൻസിൽ കാണിച്ചു. റെന്റ് ഈ വർഷം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അത് വരുമാനത്തിൽ കാണിച്ചു. പിന്നീടുള്ളത് പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണ്. അത് വരാനിരിക്കുന്ന ഒരു വർഷത്തെ എമൗണ്ട് നമ്മൾ മുൻകൂട്ടി കൊടുക്കണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഈ വർഷത്തെ ക്യാഷിന്റെ കൂടെ അല്ലെങ്കിൽ ഈ വർഷം നമ്മൾ അങ്ങനെ ഒരു എക്സ്പെൻസ് ഈ വർഷത്തെ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു എക്സ്പെൻസ് ഇവിടെ ഈ വർഷത്തെ എക്സ്പെൻസിൽ കാണിക്കുന്നില്ല. പകരം ആ ഒരു എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യാൻ തിരിച്ച് നമ്മുടെ വരുമാനത്തിലേക്ക് തന്നെ ആഡ് ചെയ്യണം. സോ അത്രയാണ് നമ്മുടെ ഈ ഒരു കാൽക്കുലേഷൻ ഉള്ളത്. സോ ബേസിക്കലി ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. അതിൽ തന്നെ ക്ലോസിംഗ് ക്യാപിറ്റലിന്റെ സമയത്ത് നമുക്ക് ഡ്രോയിങ്സ് അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഫൈനലി എന്ത് ചെയ്യുക, ഓപ്പണിംഗ് ക്യാപിറ്റലുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റിന് നമുക്ക് എന്ത് ചെയ്യണം, നെറ്റ് പ്രോഫിറ്റിലേക്ക് എത്തിക്കണം. അതിന് നമ്മൾ എക്സ്പെൻസസ് ലെസ് ചെയ്യുക, വരുമാനങ്ങൾ ആഡ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.